നമസ്കാരം. ദക്ഷിണ കൊറിയയിലെ മൗവാൻ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിങ്ങിനിടെ ജെജു എയർലൈൻസിൻ്റെ വിമാനം കത്തിയമരുന്ന കാഴ്ച നമ്മുടെയൊക്കെ കണ്ണുകളിലും കാതുകളിലുമുണ്ട്. നമ്മളൊക്കെ ധാരാളം വിമാനയാത്ര ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ആ അപകടത്തിൽ 179 പേർ മരിച്ചു എന്നത് സങ്കടകരമായൊരു കഥയാണ്. ബന്ധുക്കൾക്ക് എയർപോർട്ടിലേക്ക് വരാൻ സർക്കാർ പ്രത്യേക ട്രെയിനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ അവിടേക്ക് എത്തുന്നു. പക്ഷേ വെണ്ണീറായിപ്പോയി പലരുടെയും മൃതദേഹങ്ങൾ. കാരണം വിമാനം ചാമ്പലായിപ്പോയി, അഗ്നിക്കിരയായി ചാമ്പലായിപ്പോയി. 175 യാത്രക്കാരായിരുന്ന 175 പേരും മരിച്ചു. രക്ഷപ്പെട്ടത് 6 ജീവനക്കാരിൽ 2 പേരാണ്, ആണും ഒരു പെണ്ണും. ആ 2 പേരും കുഴപ്പമില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബാക്കി 179 പേരും മരിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ബന്ധുക്കളുടെ ശരീരം പോലും കിട്ടാത്ത അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതാണ് അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്നത്. അത് കേവലം ദക്ഷിണ കൊറിയയിലെ ആ അപകടത്തിൽപ്പെട്ടവരുടെ മാത്രം അവസ്ഥയല്ല, വിമാനത്തിൽ കയറുന്ന സകല മനുഷ്യരുടെയും ആശങ്കയാണ്. കാരണം ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഈ വിമാനത്തിൻ്റെ വലത് എഞ്ചിനിൽ ഒരു പക്ഷി ഇടിച്ച് തീ പടരുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു. ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് ശരിയാണെന്ന് പറഞ്ഞു. വിമാനത്തിലേക്ക് ഒരു പക്ഷി ഇടിക്കുന്നു. ആ പക്ഷി ഇടിച്ചപ്പോഴേക്കും അവിടെ പെട്ടെന്ന് തീ പടരുന്നു. എന്ന് മാത്രമല്ല, പിന്നീട് വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ ടയറുകൾ പുറത്തേക്ക് വരുന്നില്ല. വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ ആ വിമാനം ബെല്ലി ലാൻഡിംഗ് നടത്തുന്നു. ഈ ബെല്ലി ലാൻഡിംഗ് എന്ന് പറയുന്നത് അപകടാവസ്ഥയിൽ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ഉപാധിയാണ്. പക്ഷേ ബെല്ലി ലാൻഡിംഗ് പിഴച്ചു പോകുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ലാൻഡ് ചെയ്ത വിമാനം, ബെല്ലി ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ടയറില്ല, നേരെ വിമാനത്തിൻ്റെ ഉടൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വയറ് കൊണ്ടുപോയി നിലത്തിടിക്കുകയാണ്. ഈ നിലത്ത് വളരെ സൂക്ഷ്മമായി ഇടിക്കുന്നു, തെന്നി മുമ്പോട്ട് പോകും. പല വിമാനത്താവളങ്ങളിലും ബെല്ലി ലാൻഡിങ്ങിനുള്ള ഫോമുകളും മറ്റും ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഒരുക്കി കൊടുക്കാൻ അധികാരികൾക്ക് കഴിയാത്തത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്, വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ബെല്ലി ലാൻഡിങ് നടത്തിയ വിമാനം നേരെ മുമ്പോട്ട് പോവുകയാണ്. റൺവേ കടന്ന് മുമ്പോട്ട് പോയി. റൺവേയുടെ മുമ്പിലുണ്ടായിരുന്ന കോൺക്രീറ്റ് മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടാകുന്നത്. അതായത് പക്ഷി ഇടിച്ചപ്പോൾ തീ പിടിച്ചു. ആ തീ പിടിച്ചെങ്കിലും ആ വിമാനം ആ ഭാഗത്ത് മാത്രം തീ നിന്നു. വിമാനം മുമ്പോട്ട് പോയി മതിലിടിച്ച് മതിൽ തകർത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതായത് ഈ അപകടത്തിന് കാരണമായത് ആ മതിലാണ്. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് റൺവേയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മതിൽ എന്നതാണ് വിദഗ്ധർ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ബെല്ലി ലാൻഡിംഗ് നടത്തുമ്പോൾ ആ വിമാനത്തെ രക്ഷിക്കാനുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാത്തത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഒരു പക്ഷി ഇടിച്ചാൽ ഇത്രയും ഭീമാകാരനായ വിമാനം തകരുമോ എന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം, പക്ഷികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവരെവിടെ നിന്നും വരും, എവിടേക്കെവിടെ പറക്കും. ഒരു പക്ഷി ഇടിച്ചാൽ എങ്ങനെയാണ് ഇത്രയധികം ഒരു വിമാനം നമുക്കറിയാം. നമ്മുടെ കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിലേക്ക് ഒരു വിമാനമുണ്ട്. ആ വിമാനം 11 മണിക്കൂർ എടുത്താണ് പറക്കുന്നത്. എന്തിനേറെ, ഇന്ത്യയിലെ പല നഗരങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് നേരിട്ട് വിമാനമുണ്ട്. 18 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെ ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളുണ്ട്. അതിൽ കൂടുതൽ 20 മണിക്കൂറിലധികം ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക വിമാനങ്ങളും 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ കൂടുതൽ യാത്ര. നമ്മൾ കേരളത്തിൽ നിന്ന് 4 മണിക്കൂർ 5 മണിക്കൂർ വേണം ഡൽഹി വരെ പോകാൻ. ഇങ്ങനെ ഈ വിമാനം പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, ഇതിൽ നമ്മൾ എത്ര യാത്രക്കാരാണ്? 10, 350 എമിറേറ്റ്സിൻ്റെ ഒക്കെ ചില വിമാനത്തിൽ 300, 400 യാത്രക്കാരാണ്. അവരുടെ അത്രയും ഭാരം ലഗേജ് ഉണ്ടാവും. 10, 40, 50 കിലോഗ്രാം ലഗേജ് ഉണ്ടാവും. കൂടാതെ കാർഗോ പോകുന്നുണ്ട്. നമ്മൾ യാത്രക്കാരും അവരുടെ ലഗേജ് മാത്രമല്ല, വിമാന കമ്പനികളുടെ ലാഭം എന്ന് പറയുന്നത് കാർഗോയാണ്. ഈ കാർഗോയ്ക്ക് മാത്രം പ്രത്യേക വിമാനമൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഇത്തരം വിമാനങ്ങളിൽ ചരക്കുകൾ കയറ്റിവിടുന്നുണ്ട്. വലിയ ഭാരത്തിലാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഒരു വലിയ വിമാനത്തിന്റെ തൂക്കം തന്നെ. ഇത്രയധികം ആളുകൾ കയറിയിരിക്കാവുന്ന, കുറേ അധികം പേർക്ക് ബിസിനസ് ക്ലാസ്സിൽ ഉറങ്ങാവുന്ന ഒരു വിമാനം. ഇപ്പം എമിറേറ്റ്സിനൊക്കെ ഡബിൾ ഡെക്കർ വിമാനമുണ്ട്. മുകളിലത്തെ നിലയിലാണ് ഈ ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും ഒക്കെ. ഇത്രയധികം ഭാരം വിമാനത്തിനുണ്ട്. വിമാനത്തിന് ഇത്രയധികം ലോഡുണ്ട്. ഇത് ആകാശത്തു കൂടി പറന്നു പോവുകയാണ്. നമ്മളൊരു സുരക്ഷാബോധത്തോടുകൂടി ഇരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിമാനമാണെന്ന്. ഇത്രയും ഭാരമുള്ള ഒരു സാധനം വായുവിലൂടെ മണിക്കൂറുകളോളം പറക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കണ്ടുപിടുത്തമാണ്. അങ്ങനെ പോകുന്ന ആ ഭീമാകാരൻ വിമാനത്തെ ഒരു പക്ഷി ഇടിച്ചാൽ അതെങ്ങനെ തകരും? അത് അത്ഭുതമല്ലേ? ആ പക്ഷിയെ അതിജീവിക്കാനുള്ള ശേഷിയില്ലേ? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഒരുപാട് ചോദ്യങ്ങൾക്ക് കാരണമാകും. യഥാർത്ഥത്തിൽ പക്ഷി ഇടിച്ചാൽ ഇങ്ങനെ ഒരു ഫാറ്റൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന, അതായത് വിമാനം തകരുന്ന തരത്തിൽ അപകടമുണ്ടാകുന്നത് വളരെ അപൂർവമായാണ്. പക്ഷി ഇടിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇടിക്കുന്ന പക്ഷിയുടെ തൂക്കവും ഇടിക്കുന്ന സമയത്ത് വിമാനത്തിന്റെ വേഗതയും വിമാനത്തിന്റെ കാര്യശേഷിയും ഒക്കെ അപകടത്തിന്റെ വ്യാപ്തിക്ക് കാരണമാകും. അതിലേക്ക് കടക്കുന്ന ജെജു വിമാനത്തിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ജെജു വിമാനത്തിലേക്ക് വന്ന് പക്ഷി ഇടിക്കുന്നു.
പക്ഷി ഇടിക്കുന്ന ആ സമയത്ത് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നു, തീ പടരുന്നു. ഈ സമയത്ത് വലതുവശത്തെ എഞ്ചിൻ തകരാറിലാവുന്നു, ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലാവുന്നു. അതുകൊണ്ട് തന്നെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിച്ചില്ല. അതാണ് അപകടത്തിന് കാരണമായത്. അമേരിക്കയിലെ ടെക്സാസിൽ ജിമ്മി ജോസ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് ട്രെയിനറുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം സ്ഥാപനമുണ്ട്, പല വിമാനങ്ങളുണ്ട്. അദ്ദേഹം പൈലറ്റുമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ്. ജിമ്മി ജോസ് അതേക്കുറിച്ച് എന്നോട് പറഞ്ഞത് കേൾക്കുക. സാറ് ആ ജെജു എയറിന്റെ ആ വീഡിയോ കണ്ടു, സാറും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇനീഷ്യൽ റിപ്പോർട്ട്സ് അനുസരിച്ച് പക്ഷി ഇടിച്ചപ്പോൾ അവർക്ക് ഒരു എഞ്ചിൻ എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ ലാൻഡിംഗ് ഗിയർ താത്താൻ പറ്റിയില്ല. അത് കാരണം കൊണ്ട് അവരൊരു ഗോ റൗണ്ട് അല്ലെങ്കിൽ മിസ്റ്റ് അപ്രോച്ച് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും, അത് ചെയ്ത് വീണ്ടും കറങ്ങി വന്നിട്ട് അപ്പോഴും വീണ്ടും അവർക്ക് ലാൻഡിംഗ് ഗിയർ താത്താൻ പറ്റിയില്ല. അത് കാരണം ലാൻഡിംഗ് ഗിയർ ഇല്ലാതെ അല്ലെങ്കിൽ ചക്രമില്ലാതെ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പക്ഷേ അവർക്ക് ഹൈഡ്രോളിക് സംവിധാനങ്ങളും അവരുടെ പോയി എന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം അവർ ലാൻഡ് ചെയ്തപ്പോൾ ഫ്ലാപ്സ്, നമ്മൾ സാധാരണ ചിറകിൻ്റെ അടുത്തായിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിറകിൻ്റെ പുറകിൽ നിന്ന് വരുന്നൊരു ഭാഗങ്ങളുണ്ട്, അതിനെ ഫ്ലാപ്സ് എന്ന് പറയുന്നത്. ഫ്ലാപ്സ് അവർ യൂസ് ചെയ്തിട്ടില്ല. ഫ്ലാപ്സ് വരുമ്പോൾ നമ്മളെ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കും. പിന്നെ സ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സാധനം, ഇത് രണ്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഹൈ സ്പീഡ് ലാൻഡിങ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ലാൻഡ് ചെയ്ത് അത് നിരങ്ങിപ്പോയി. ആക്ച്വലി റൺവേ എക്സിറ്റ് ചെയ്യാന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. റൺവേയിലൂടെ നേരെ തന്നെ പോയി. റൺവേന്ന് സൈഡിൽ പോലും തെന്നി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൺവേയുടെ എൻഡും കഴിഞ്ഞ് പോയി ഉള്ള ഒരു ഭിത്തിയിലിടിച്ച് പൊട്ടിത്തെറിക്കരുത്. ശരിക്കും ആ ഭിത്തി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ആ ഭിത്തിയുടെ പർപ്പസ് അവിടെ എന്താ, ചില എയർപോർട്ടുകളിൽ അതുണ്ട് ആക്ച്വലി, തടയാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു പ്രശ്നം അവർ മുന്നിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് വിമാനം ഇങ്ങനെ ലാൻഡിങ് ഗിയറില്ലാതെ വന്ന് ലാൻഡ് ചെയ്ത് നിരങ്ങി പോയി ഇടിച്ച് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നുള്ളത്. ഇതിന് സാധാരണഗതിയിൽ ഇച്ചിരിയും കൂടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇമാസ് എന്ന് പറയും. അതായത് എഞ്ചിനീയർഡ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സർവീസ് എന്ന് പറയും. അതായത് ബേസിക്കലി നമ്മുടെ നാട്ടിലെ ഈ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ, കുഴച്ചിട്ടേക്കുന്ന സിമെന്റ് പോലെ ഇരിക്കുകയുള്ളൂ. ഇതിനകത്ത് പോയി വിമാനം അങ്ങ് പൊതയുകയോ ചെയ്യുന്നത്. വിമാനമല്ല, വിമാനത്തിന്റെ ചക്രഭാഗങ്ങൾ പോയി പൊതയും. അപ്പൊ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഭയങ്കര ട്രാജിക്കായി പോയി. എന്താണേലും ആ ഭിത്തിയിൽ പോയി ഇടിച്ച കാരണം കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ, ഒരു പക്ഷേ ഭൂരിഭാഗം പേരും സർവൈവ് ചെയ്തത്. ഈ സന്ദേശം കിട്ടിയ ഉടനെ ഞാൻ ജിമ്മി ജോസിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ തിരക്കി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പക്ഷി ഇടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്? അദ്ദേഹം അതിന് ഒരു വിശദമായ മറുപടി എനിക്ക് നൽകിയിട്ടുണ്ട്, അത് കേൾപ്പിക്കാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷി ഇടിക്കുന്നതിന്റെ ആഘാതം പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഏതാണ്ട് 275 കിലോമീറ്റർ വേഗതയിൽ വരുന്നൊരു വിമാനം, 250 കിലോമീറ്റർ ലാൻഡിങ് സമയത്താണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷി ഇടിയൊക്കെ ഉണ്ടാവുന്നത് ലാൻഡിങ് സമയത്തോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്തോ ആണ്. 10,000 അടിയിൽ താഴെ അപകടങ്ങൾ ഉണ്ടാവാറുള്ളൂ. വളരെ അപൂർവമായി മാത്രമേ 10,000 അടി മുകളിൽ ഈ പക്ഷി ഇടിക്കൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ 275 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു വിമാനത്തെ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു പക്ഷി ഇടിച്ചാൽ, വലിയ പക്ഷികളുണ്ട്, ഈ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു പക്ഷി ഇടിച്ചാൽ 15 മീറ്റർ മുകളിൽ നിന്നും 100 കിലോഗ്രാമുള്ള ഒരു സാധനം വന്ന് വീഴുന്നതിന് തുല്യമാണ്. 15 മീറ്റർ മുകളിൽ നിന്നും 100 കിലോഗ്രാമുള്ള ഒരു ഒബ്ജക്റ്റ് വന്ന് വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗത്ത് വീണാൽ സ്വാഭാവികമായും അത് തകരാറിലാവും. അതാണ് വേഗത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. അത് കൃത്യം എഞ്ചിനിൽ ഇടിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അമേരിക്കയുടെ കണക്കനുസരിച്ച് ഒരു വർഷം ശരാശരി 13,000 പക്ഷി ഇടിക്കൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നും അവർ ഗൗനിക്കാറില്ല, 13,000 ഉണ്ടാവാറുണ്ട്. 2011 മുതൽ 14 വരെയുള്ള കണക്കനുസരിച്ച് 65,000 അപകടങ്ങൾ ഉണ്ടായത്. ഇതൊന്നും ഗൗരവമായി ബാധിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോൾ ഇത് ദുരന്തമായി മാറാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഊരുറപ്പിച്ച് എങ്ങനെ വിമാനത്തിൽ കയറും എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ജിമ്മി ജോസ് ഈ പക്ഷി ഇടിക്കലിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക. പക്ഷി ഇടിച്ചാൽ സാധാരണഗതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ വിമാനം എത്ര വലുപ്പമുണ്ട് എന്നൊക്കെ അനുസരിച്ചിരിക്കും. സാധാരണ ട്രെയിനിങ് വിമാനങ്ങളിലും പക്ഷി ഇടിക്കാറുണ്ട്. എഞ്ചിനിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതല്ല ചിറകിലാണെങ്കിൽ എത്ര ഹാർഡായിട്ട് ഇടിച്ചു എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും നമ്മളതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കുന്നത്. നമ്മളിപ്പോൾ യാത്രാ വിമാനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്ന പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനാണ്. അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്
നമ്മൾ താന്ന് പറക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഒരു 10,000 അടിക്ക് താഴെ, അതിന് മുകളിൽ അത്രയും പക്ഷികൾ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോലെ തന്നെ പക്ഷികൾക്കും അതിൻ്റെ ജീവനിൽ കൊതിയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. ചില സമയത്ത് ഈ റോങ് ആയിട്ട് ദിശയിലൂടെ ഇത് വരാം. അങ്ങനെ വന്നാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ 2-3 വീഡിയോ സാറിന് അതിൻ്റെ ഒപ്പം അയച്ചു തരാം. ഓൺ ടേക്ക് ഓഫ്, അത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് പൊങ്ങി നമ്മൾ ക്ലൈംബ് ചെയ്യുന്നു 10,000 അടി. അതിനുശേഷമാണ് പതുക്കെ സീറ്റ് ബെൽറ്റൊക്കെ മാറ്റിക്കോ എന്നുള്ള ഇത് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വരാവുന്ന പക്ഷികൾ പൊതുവേ ഏറ്റവും കൂടുതൽ ഹാം ചെയ്യുന്നത് ഒരു വിമാനത്തിൻ്റെ എൻജിനിലാണ്. സപ്പോസ് ഒരു എൻജിനിൽ ഇടിച്ചു, പക്ഷേ ആ വിമാനം, അതുപോലെ തന്നെ ആ പൈലറ്റുമാരും, ആ എൻജിനിൽ ഇടിച്ചിട്ട് ആ എൻജിൻ്റെ പവർ പോയാൽ പോലും ബാക്കിയുള്ള മറ്റേ സൈഡിലെ എൻജിനിലെ പവർ വെച്ച് ആ വിമാനം ഫുൾ ലോഡോടുകൂടി ക്ലൈംബ് ചെയ്ത് ഫ്യൂവൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഫ്യൂവൽ കളഞ്ഞിട്ട് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അങ്ങനെയാണ് പുതിയ വിമാനങ്ങളെല്ലാം സർട്ടിഫൈ ചെയ്യുന്നത്. അത് ഫാക്ടറിയിൽ നിന്ന് ഇറക്കുമ്പോൾ പരീക്ഷണ പറക്കലടക്കം നടത്തിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ. 2 എൻജിനാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് പവർ പോയി എന്നുള്ള സത്യമാണ്. 2 എൻജിൻ ഇടിച്ചു, പവർ പോയി. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം, നമ്മുടെ മുമ്പിൽ എന്താണ് പവർ പോയി കഴിഞ്ഞാൽ വിമാനം ഇറക്കാനുള്ള സ്ഥലം എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ്. ഏറ്റവും വലിയ ഉദാഹരണം ഹഡ്സൺ നദി, ന്യൂയോർക്കിൽ മറ്റേ US എയർവേസിൻ്റെ വിമാനം 2 എൻജിനിലും മറ്റേ ഗീസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വാത്ത വന്ന് ഇടിച്ചിട്ട് പവർ പോയത് ഓർമ്മയുണ്ടോ? ആ ക്യാപ്റ്റനും കോ പൈലറ്റും കൂടി ആ വിമാനം കൊണ്ട് ഹഡ്സൺ നദിയിൽ ഇറക്കി അവിടുന്ന് ആൾക്കാരെ മൊത്തം രക്ഷപ്പെടുത്തി. ഏത് ലാൻഡിൽ പോയി ഇത് ഇടിച്ചിറക്കുന്നു അല്ലെങ്കിൽ ഇറക്കുന്നു എന്നുള്ളതും കൂടി അനുസരിച്ചിരിക്കും. പിന്നെ വിമാനത്തിലെ ഇന്ധനം ഹൈലി ഇൻഫ്ലേമബിൾ ആണ് ശരിക്കും. അപ്പോൾ ഏറ്റവും ശുദ്ധീകരിച്ച രൂപമാണത്. അപ്പോൾ അത് പെട്ടെന്ന് തീ പിടിക്കും. ഇതെല്ലാം ഇതിനെ ഞാൻ പറഞ്ഞില്ലേ, ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ പൈലറ്റുമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. പക്ഷി എവിടെയാണ് ഇടിച്ചത്, എൻജിനിലാണെങ്കിൽ ഒരു എൻജിൻ്റെ പവർ വെച്ച് മറ്റേ എൻജിൻ ഓടുമോ, ഇതെല്ലാം നോക്കിയിട്ടാണ് കാര്യങ്ങൾ.